ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ വെക്കേഷനും ഞങ്ങളെല്ലാവരും പാലക്കാടുള്ള ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇത്തവണത്തെ ഡെസ്റ്റിനേഷൻ മേഘമല ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു കുട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 6 മണിയായി കാണും. 24 മണിക്കൂറും കണ്ടിന്യൂസ് മഴയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്. കുറച്ച് ദൂരം ട്രാഫിക്കൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് പോയി. പിന്നെ എല്ലാം ഒച്ച എഴുന്ന പോലെയായിരുന്നു. ഇതുപോലെ പല സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്ക് കാരണം വെഹിക്കിൾസ് ഒന്നും മൂവ് ആകുന്നില്ലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നിർത്തിയേർക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആലുവ ഫ്ലാറ്റിലേക്കാണ് പോയത്. അവിടെ നിന്ന് സിസ്റ്റർ ഇൻ ലോനെയും കൂടെ കൂട്ടിയിട്ട് യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നതുകൊണ്ട് ഏകദേശം 2 മണി ആയപ്പോഴാണ് നമ്മൾ കോതമംഗലത്തെത്തിയത്. അപ്പോൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ കയറിയേക്കാണ്.
കുമളിയിലാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇടുക്കി ഡാം കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവിടെ കുറച്ച് നേരം നിർത്തി. അപ്പം നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടിരുന്നു. ടൈഗർ ട്രയൽസ് എന്ന ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഹോട്ടലിൻ്റെ ആംബിയൻസ് കൊള്ളാം, റൂംസ് കൊള്ളാം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റുമാണ് അവിടെ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ അത് ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് അത്രേ പറയാൻ പറ്റൂ. എന്റെ കുഞ്ഞിനെ വേണം. നല്ല മഴയാണ്. ഡാമിൻ്റെ ഓരത്ത് കാണുന്നുണ്ട്. തേക്കടിയിൽ 1-2 സൈറ്റ് വിസിറ്റ് പ്ലാൻ ചെയ്തിരുന്നു. ട്രാഫിക് ബ്ലോക്ക് കാരണം ഇവിടെ എത്തുമ്പോഴേക്കും രാത്രിയായി. അതുകൊണ്ട് ആ പ്ലാൻ എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ നല്ല മഴയും. ഈ മഴയത്ത് പോകാനും ഒക്കൂല. ഈ ഹോട്ടലിൽ നമ്മൾ 3 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അപ്ന റൂംസിലേക്ക് ഉറങ്ങാനായിട്ട് പോയി. ഇന്ന് മുഴുവൻ ബ്ലോക്കുകളിൽ പെട്ടിട്ടുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റയർ ഡേ ട്രാവലിങ്ങിൽ തന്നെ പോയി. അതിൻ്റെ ഒരു ടയർഡ്നെസ് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ കൂടെ ചിലർക്കൊക്കെ ട്രാവൽ സിക്നെസ് കൂടി വന്നു. അതോടുകൂടി ബാറ്ററി ലോ. ഹോപ്പ്ഫുള്ളി നാളെ നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് മേഘമലയിലെ വിശേഷങ്ങളൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.